ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ സിറ്റി ഗോൾഡിൻ സ്വർണ്ണനിലാവല്ലേ സിറ്റി ഗോൾഡൻ ഡയമണ്ട്സ് കാസർഗോഡ് ജില്ലയിൽ കിടപ്പ് രോഗികൾക്ക് സ്വാതന്ത്ര്യം പകരുക എന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ട് ഓരോ ജില്ലക്കകത്ത് 38 പഞ്ചായത്തും 3 മുനിസിപ്പാലിറ്റികളുമാണ്. അവിടെയൊക്കെ തന്നെ നമ്മുടെ വ്യാപനം വേണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പ്രവർത്തനം നടന്നുവെങ്കിലും ഹോസ്പിറ്റലുകളെ സമീപിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. പൊതുജനാരോഗ്യ സംവിധാനത്തിൻ്റെ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചും ഒരു വലിയ അവബോധം ഉണ്ടാകേണ്ട ഒരു കാലഘട്ടമാണ്. നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനങ്ങളൊന്നും പഴയതുപോലെയല്ല, എല്ലാ അർത്ഥത്തിലും വളരെ മെച്ചപ്പെട്ട സംവിധാനമാണ്. അപ്പോൾ നമ്മുടെ ജില്ലാ പഞ്ചായത്ത്, ജില്ലാ ആശുപത്രി, കാഞ്ഞങ്ങാട് ജനറൽ ആശുപത്രി, ഇവിടങ്ങളിലൊക്കെ നമുക്ക് ഏത് സ്വകാര്യ ആശുപത്രിയിലും കിട്ടുന്ന ചികിത്സാ സൗകര്യങ്ങളുമുണ്ട്. ജില്ലാ ആശുപത്രിയിൽ കാത്ത് ലാബ് ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും പൊതുജനാരോഗ്യ സംവിധാനത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് തന്നെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ആശ്വാസം എത്തിക്കാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിലൊന്നാണ് സാന്ത്വന പരിചരണ പ്രവർത്തനം എന്ന് പറയും. ഞങ്ങൾ നടത്തിയിട്ടുള്ള പഠനത്തിൻ്റെ ഭാഗമായി നമ്മുടെ ജില്ലയിൽ 12,000-നും 15,000-നും ഇടയിൽ ബെഡഡ് ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഈ 15,000-ഓളം വരുന്ന കിടപ്പ് രോഗികളിലേക്ക് നിരന്തരമായി എത്തിച്ചേരുക എന്നുള്ളത് ആ രോഗികളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ ഒന്നാണ്. അപ്പോൾ ഓരോ പഞ്ചായത്തിലും കനിവിൻ്റെ കൃത്യമായ സാന്ത്വന പരിചരണ പ്രവർത്തനം ബെഡഡായിട്ടുള്ള എല്ലാ ഒരു അനുഭവം വെച്ച് പരിശോധിച്ചാൽ കോടിയിലധികം 2-3 കോടി രൂപ തന്നെ ആ ഒരു പ്രദേശത്ത് നിന്ന് കളക്ട് ചെയ്തില്ല ഒരു മേഖലയിൽ. ആ പ്രദേശത്തിലെ ആളുകളും ആ പ്രദേശത്തിന് പുറത്തു പോയിട്ടുള്ള ആളുകൾ വാട്സാപ്പ് കൂട്ടായ്മയൊക്കെ ഉണ്ടാവും വിചാരിച്ചു. പക്ഷെ അതൊരു സന്നദ്ധതയാണ്, അതൊരു സന്മനസ്സിന്റെ പ്രതീകമാണ്. അപ്പൊ ആ അർത്ഥത്തിലേക്ക് നല്ല രീതിയിൽ ജനങ്ങളിൽ അവരുടെ ബോധത്തിൽ, മനോഭാവത്തിൽ, സമീപനത്തിലെല്ലാം മാറ്റം. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ കനിവ് പാലിയേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തനത്തിന്റെ വിപുലീകരണത്തെ കുറിച്ച് ഇതിന്റെ ഭാരവാഹികൾ ആലോചിക്കുന്നത്. പി രാഘവേട്ടനായിരുന്നു അതിന്റെ ഒരു സ്ഥാപകൻ എന്ന് നമുക്ക് വേണമെന്ന് പറയാം. പ്രാദേശികമായി പഞ്ചായത്ത് തലങ്ങളിലും മറ്റു ഇടത് പുരോഗമന പ്രസ്ഥാനങ്ങളായാലും സാംസ്കാരിക സംഘടനകളായാലും ഇത്തരം സംഘടനകളെയെല്ലാം വളരെ ശ്രദ്ധേയമായ ഇടപെടൽ ഈ പാലിയേറ്റീവ് രംഗത്ത് ഉണ്ടായിട്ടുണ്ട്. എന്നാലും സൊസൈറ്റി എന്ന രീതിയിൽ ഒരു സംഘാടനം നടത്തിക്കൊണ്ടുള്ള ഇടപെടൽ രാഘവേട്ടന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്. ആ രാഘവേട്ടൻ അഭിഭാഷക പരിശീലനം നടത്തിയത് PBKയുടെ ശിഷ്യനായിരുന്നു. അഭിഭാഷക പരിശീലനം രാഘവേട്ടൻ തുടങ്ങി വെച്ച കനിവ് പാലിയേറ്റീവ് സൊസൈറ്റി വിപുലീകൃത സംവിധാനം എന്നുള്ള രീതിയിൽ ജില്ലയിൽ വിപുലീകരിക്കുന്നതിന് വേണ്ടി ആലോചിക്കുകയായിരുന്നു. കുഞ്ഞിരാമതിന്റെ ചെയർമാനും PP സുകുമാരൻ അതിന്റെ സെക്രട്ടറിയൊക്കെയായി പ്രവർത്തിച്ച് ഇന്നെല്ലാ ഏരിയകളിലും വളരെ മികച്ച രീതിയിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എല്ലാ ഏരിയകളിലും എന്നുള്ള രീതിയിൽ നമ്മൾ അഭിമാനിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അവകാശപ്പെടുന്നില്ല. എല്ലാ പ്രദേശങ്ങളിലും നമ്മുടെ ജില്ല ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. ഭാഷാ സംഗമ ഭൂമിയാണ്, 7ഓളം ഭാഷകളുണ്ട്, വ്യത്യസ്ത ഭാഷ, വ്യത്യസ്ത സംസ്കാരം, അതുപോലെ ജാതിമത ചിന്തകൾ, ഇതെല്ലാം ഉണ്ട്. പക്ഷെ ആ ജാതിമത ചിന്തകൾക്കും ഭാഷാ അതിർവരമ്പുകൾക്കും എല്ലാം അതീതമായി ഇതര ജില്ലകളെ 13 ജില്ലകളിൽ നിന്നും വിഭിന്നമായി എല്ലാ വിഭാഗ ജനങ്ങളെയും ആകർഷിക്കാനും ഉൾക്കൊള്ളാൻ സൊസൈറ്റിക്ക് വിട്ടുകൊടുക്കുകയാണ് പ്രോത്സാഹനം. അപ്പൊ അത് ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങൾക്ക് കിട്ടുന്ന അംഗീകാരം കൂടിയാണ്. ആ തലത്തിലേക്ക് നമുക്ക് കഴിവ് വികസിപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടി കഴിയണം. ഒരുപാട് സൗകര്യങ്ങൾ ഇനിയും നമുക്ക് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ചില പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന ഇതിന്റെ യൂണിറ്റുകൾ വളരെ ശ്രദ്ധേയവും മാതൃകാപരമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്.
ജില്ലയിലാകെ ആ ഒരു ഉജ്ജ്വലമായ സാമൂഹ്യ ഇടപെടലുകൾ നടത്താനും ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിനൊരു പ്രചോദനമായി പ്രേരകശക്തിയായിട്ട് കൂടി നമുക്ക് ഇന്നത്തെ ഈ കൂട്ടായ്മ മാറുന്നത് തന്നെയാണ് പ്രത്യേകിച്ച്. പിന്നെ PVK ഫൗണ്ടേഷനും ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ടുള്ള ബന്ധം ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ 3-4 മേഖലകളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ഫൗണ്ടേഷനുടെ മുനിസിപ്പാലിറ്റികളും ഏതായാലും മഹത്തായ പ്രവർത്തനമാണ് പാലിയേറ്റീവ് സൊസൈറ്റി നടത്തിയിരുന്നത്. അതിനെ അഭിനന്ദിക്കുന്നു. കാരണം ഇങ്ങനെയുള്ള സൊസൈറ്റി ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാണ്. എത്രയോ ജനങ്ങൾ ഒരു കഴിവുമില്ലാതെ നരകിച്ച് ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ ഇങ്ങനെയുള്ള സൊസൈറ്റിയായിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ സൊസൈറ്റി ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് വരട്ടെ, അതിൻ്റെ നേട്ടങ്ങൾ ജനങ്ങൾ ഉണ്ടാക്കിയെടുക്കട്ടെ എന്ന് മാത്രമാണ് ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ സീനിയർ സിറ്റിസൺ എന്നൊരു വിഭാഗം വന്നിരിക്കുകയാണ്. അവർക്കും ഇപ്പോൾ പല ആനുകൂല്യങ്ങളും ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതുപോലെ തന്നെ അവർക്ക് അതിൻ്റെ പരിചരണം മറ്റും ലഭിക്കേണ്ട ആവശ്യമുണ്ട്. ആ പരിചരണത്തും ഇതിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് വിശ്വസിക്കുന്നു. അത് ഇങ്ങനെയുള്ള കിടപ്പ് രോഗികളുടെ പാലിയേറ്റീവ് വളണ്ടിയേഴ്സുമായിട്ടുള്ള ആത്മബന്ധമാണ് സൂചിപ്പിക്കുന്നത്. വീട്ടിൽ മകനുണ്ട്, മകൻ്റെ ഭാര്യയുണ്ട്, നോക്കാൻ ആൾക്കാരുണ്ട്, അതൊക്കെ ഉണ്ടെങ്കിലും ആ ആഴ്ചയിൽ വരുന്ന ആ ഒരു പാലിയേറ്റീവ് ടീമിൻ്റെ സന്ദർശനം അവരെ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു എനിക്കറിയുന്ന ഉദാഹരണം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ നമ്മുടെ ഈ ഫൗണ്ടേഷൻ്റെ മേഖലകളിൽ സാമൂഹ്യ പ്രവർത്തനം ഒക്കെ ഉണ്ടെങ്കിലും ഇത് നമ്മളായിട്ട് നടത്തുക എന്ന് പറയുന്നതിനേക്കാൾ നല്ല രീതിയിൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളെ ഏത് രീതിയിൽ സഹായിക്കാം എന്നുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ് ഈ കനിവ് പാലിയേറ്റീവ് സൊസൈറ്റിക്ക് ഇങ്ങനെയൊരു സൗകര്യം ചെയ്തു കൊടുത്താലോ എന്നുള്ള ഒരു ആലോചന വരികയും ആലോചന വളരെ സ്വകാര്യമായിട്ട് നമ്മളെ ആദർശമായിട്ടൊന്ന് ഷെയർ ചെയ്തു. ഈ വണ്ടിയുടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പലരും പല സ്ഥലത്താണ്, നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ സ്പീഡിൽ കാര്യങ്ങൾ നടക്കുന്നില്ല. അങ്ങനെയാണ് ഇന്നത്തെ ദിവസം ആ ഒരു സുദിനം എന്ന് തന്നെ പറയട്ടെ ആയി മാറിയത്. എന്തായാലും ഈ ഫൗണ്ടേഷൻ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ വേറിട്ട പ്രവർത്തനങ്ങളുണ്ട്. ആദ്യത്തെ ഉദ്ഘാടന ചടങ്ങ് തന്നെ നിങ്ങളിൽ പലർക്കും ഓർമ്മയുണ്ടാകും. ജസ്റ്റിസ് ചന്ദ്രുവാണ് വലിയ പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങിൽ വെച്ചായിരുന്നു ഉദ്ഘാടനം. പിന്നീട് ഒരു അന്തർദേശീയ മാനമുള്ള ഗാസയുടെ പേരുകൾ എന്ന ഒരു പ്രവർത്തനം, അതും നമ്മൾ നേരിട്ട് നടത്തിയതല്ല. കേരളത്തിലെ അറിയപ്പെടുന്ന സാഹിത്യ സാംസ്കാരിക നായകരായിട്ടുള്ള NS മാധവനും ശശികുമാറും ഒക്കെ നേതൃത്വം നൽകുന്ന ചിന്താരവീന്ദ്രൻ ഫൗണ്ടേഷൻ നടത്തുന്ന ഒരു പ്രവർത്തനത്തെ ഞങ്ങൾ കാസർഗോഡ് അതിൻ്റെ ആതിഥേയരായി മാറുകയും ഗാസയുടെ പേരുകൾ എന്നുള്ള രീതിയിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടി നടത്താൻ സാധിച്ചു. ഇതതുപോലെ തന്നെ ഈ മേഖലയിലുള്ള മറ്റൊരു പ്രവർത്തനമാണ്. അടുത്തത് ഞങ്ങൾ ലീഗൽ സെക്ഷനുമായി ബന്ധപ്പെട്ടുള്ള അച്ഛൻ ഒരു അഭിഭാഷകനായിരുന്നു എന്നതിനാൽ നിയമരംഗവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ അത് യൂണിവേഴ്സിറ്റി തലത്തിലുള്ള ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റും ഹൈക്കോടതിയിലെ ചില അഭിഭാഷക സുഹൃത്തുക്കളുമായിട്ട് ആലോചിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഈ രീതിയിൽ ഇപ്പോൾ ഇവിടെ നമ്മുടെ പഴയ ധാരാളം സുഹൃത്തുക്കളും സഖാക്കളും ഒക്കെ എത്തിയിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് എൻ്റെ 10ാം ക്ലാസ്സിലെ ഒരു 10-12 പേര് 50 വർഷം മുമ്പ് 1976 GHSൽ 10ാം ക്ലാസ്സിൽ പഠിച്ച ഒരു 10 പേരെങ്കിലും എൻ്റെ കൂടെ പഠിച്ചവരിവിടെ വന്നിട്ടുണ്ട് എന്നുള്ള ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു അവരൊക്കെ തന്നെ ഈ സമയം കണ്ടെത്തി ഇവിടെ വന്നതിൽ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതുപോലെ തന്നെ അനുജന്മാരുടെ സുഹൃത്തുക്കളൊക്കെ വന്നിട്ടുണ്ട്. ആ രീതിയിലൊരു ഫാമിലി ഗെറ്റ് ടുഗദർ പോലെ ആകാൻ കൂടി ഈ ചടങ്ങ് മാറിയിട്ടുണ്ട്. അതിന് അവസരം തന്ന കനിവ് പാലിയേറ്റീവ്
സന്തോഷം പങ്കുചേരാൻ വേണ്ടി ഇവിടെ ഏറെ കൃതജ്ഞതയോടെ ഏറെ സന്തോഷത്തോടെ ഈ പരിപാടി ഇവിടെ ഇപ്പോൾ സംഘടിപ്പിക്കാൻ ഈ രൂപത്തിൽ കഴിഞ്ഞത് പുതിയതായി കമ്മിറ്റിയിൽ വന്ന MLA പുതിരാമേട്ടനും നമ്മുടെ സുകുമാരേട്ടനും ഉൾപ്പെടെയുള്ള ജില്ലാ കമ്മിറ്റി മെമ്പർമാർ എല്ലാവർക്കും നന്ദിയും ആശംസയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. മുസൽമാനും ക്രിസ്ത്യാനിയും നിന്റെ തന്നുടെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും നിന്റെ തന്നുടെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദപാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദപാതയിൽ നീങ്ങിടണം. അകവെളിയണം, കനലൊതുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവെളിയണം, കനലൊതുങ്ങണം, ഇനി സ്നേഹം നിറയണം. മുസൽമാനും ക്രിസ്ത്യാനിയും നിന്റെ തന്നുടെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും നിന്റെ തന്നുടെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദപാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദപാതയിൽ നീങ്ങിടണം. അകവെളിയണം, കനലൊതുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവെളിയണം, കനലൊതുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ വീടായാലും ഇൻഡസ്ട്രിയലായാലും ബിസിനസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ HT LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600.